ഹലോ ഫ്രണ്ട്സ്, പെറ്റ് എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവമ്പാടി ശിവസുന്ദറിൻ്റെ കോലം കണ്ട എന്താ സംഭവിച്ചതെന്നറിയോ? ഒരു കാലവർഷം തുടങ്ങിയല്ലേ ഇന്ന് ഭയങ്കരമായൊരു കാറ്റടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള എന്തൊക്കെയോ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആനയും ചെരിഞ്ഞു പോയി. അപ്പോൾ ആനയ്ക്ക് ചെറിയ ഡാമേജ് പറ്റിയിട്ടാ. ഇതുണ്ടാ നമ്മളെ ചെവി കംപ്ലീറ്റ് പോയി മറ്റേ ചെവി ആകെ ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇതിനെ നേരെ നിർത്തിച്ച് ശരിയാക്കണം. അതേപോലെ നമ്മൾ ഇതിനെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിക്കാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് അത്യാവശ്യം അനക്കമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അതിനെ. പക്ഷേ എന്താ പറയുക, അത്രയും ഭയങ്കരമായ കാറ്റായിരുന്നു. പിന്നെ ഒരു വലിയൊരു പീസ് ഇതിൻ്റെ വന്നിട്ട് അകത്തോട്ടേക്ക് കയറി. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ആന നേരെ നിർത്തിക്കാം, എന്നിട്ട് എന്തെല്ലാം ഡാമേജ് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. ഓക്കെ, ആന നേരെ നിർത്തിക്കാനാണ് പോകുന്നത്. ഇനിയിപ്പോൾ ആന നേരെ നിർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യട്ടെ. എടാ നോക്കണം. അല്ല കൊമ്പലും, ഇനിയിപ്പോൾ കൊമ്പലും ഡാമേജ് ആയ പണി കിട്ടും. ഒരു ചെറിയ വയറിനും മറ്റേ അരണ്ടക്കെട്ടും കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇത് ആളെ മേലേക്കൊന്നും വീണൊന്നും ആവും ചെയ്യില്ലെന്ന് തോന്നേ. എന്നെ എന്തായാലും കോൺക്രീറ്റ് ചെയ്ത് നിർത്തിക്കട്ടാ, ഞാൻ റിസ്ക് എടുക്കുന്ന പരിപാടിയില്ല. ചെവിയുടെ കീറി, എന്നാലും കുഴപ്പമില്ല, കാണുമ്പോൾ നേരമുണ്ട്, ഒന്ന് ശരിയാക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇവരെ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി തന്നെ വിളിച്ചിട്ട് കുറേ കാലമായി. ഇനിയിപ്പോൾ ഇതിനെപ്പോൾ വരാമോ? സംഭവം വയറൊക്കെ ഒട്ടിയിട്ടില്ല കേട്ടോ, വെറുതെ അല്ല വീണ്ടി. എടാ ഭക്ഷണം കൊടുക്കല്ലേ, വയറെല്ലാം ഒട്ടിയിട്ടിതാ. പഴമൊന്നും കൊടുക്കാനായിട്ട് വയറൊട്ടിയിട്ടാ വീണ് കേട്ടാ. ഓക്കെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതാ വീണെന്നാണ് ബംഗാളി പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ശിവസുന്ദർ വീണ്ടും ജീവനോടെ നിന്നിട്ടുണ്ട്. ഇതേപോലെ കാറ്റടിച്ചെങ്കിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നവരെ നമ്മളൊരു പണിയെടുത്ത് വെക്കാം. ആ ബാക്കിൽ കൊണ്ടുവച്ചിട്ട് ആ മരത്തിന് കെട്ടി വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് ആരുടെങ്കിൽ മേലെ വീഴാൻ ഇടയായെങ്കിൽ പണിയാവൂലേ. അപ്പോൾ നമ്മളിത് ആനിൽ ഇതേപോലെ കെട്ടി വെച്ചിട്ടില്ല കേട്ടോ. അതിനിപ്പോൾ രണ്ട് ഭാഗത്തും ഈ മരത്തിന് കെട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ വലിയൊരു കയറിട്ട് നമ്മൾ കോൺക്രീറ്റിന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കാറ്റൊന്നും വന്നാൽ അഴിഞ്ഞു പോകില്ല. രണ്ട് ഭാഗത്തും ആ മരത്തിനും കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പണിയെല്ലാം എന്താ പറയുക, മഴയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആദ്യം ഉണ്ടായ സ്ഥലത്ത് തന്നെ നമുക്ക് ഇവനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ നമ്മൾ ആന വീണത് മാത്രമല്ല കേട്ടാ, വൻ ദുരന്തം കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇതാ നമ്മളെ പപ്പായത്തോട്ടം കംപ്ലീറ്റ് നശിച്ചു. ആകെ 1-2 മരം ബാക്കിയുണ്ട് കേട്ടാ, ബാക്കി എല്ലാം പോയി. സുധാഗവ എന്തൊക്കെയായിരുന്നു, എല്ലാം പോയി, പൊട്ടി പൊളിഞ്ഞ് എല്ലാം അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തം. അപ്പോൾ വമ്പൻ നാശനഷ്ടമാണ് നമുക്ക് നമ്മളെ കൃഷി മേഖലയിൽ വമ്പൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അകത്തോട്ട് കയറാം. പെറ്റ്സിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മളൊരു എന്താ പറയുക, പക്ക എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തതുകൊണ്ട് ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഇതെല്ലാം നഷ്ടപ്പെടുന്നതെല്ലാം നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് പെറ്റ് സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം, സന്തോഷമുള്ള കാഴ്ചകൾ കാണാൻ. ബാ, ചൂട് കാലത്ത് നമുക്ക് ശരിക്കും പ്രശ്നമില്ല കേട്ടോ. ഒരു ആനിമൽസിനും ബേഡ്സിനും ഒന്നും നമുക്ക് ചൂട് കാലത്ത് പ്രശ്നങ്ങൾ നേരിടാറില്ല. അതുപോലെ നല്ലോണം ചൂട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മിസ്റ്റ് മേക്കർ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ തണുപ്പ് കാലം ഒരു രക്ഷയില്ലാത്ത കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏത് സാധനത്തിന് നോക്കിയാലും. അപ്പോൾ നമ്മൾ ഹീറ്ററും അതുപോലെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിക്ക് ഒരു പരിധിയുണ്ട്. എന്നാലും കുറച്ച് നമ്മൾ ഈ വളർത്തുന്നവർക്കൊക്കെ അറിയാം ഇതൊരു ഭയങ്കര ഇടങ്ങേറ് പിടിച്ച സമയം. ഇപ്പോൾ നമ്മളെ സൽക്കട്ട ടോട്ടോയ്സിനെ കണ്ട, എല്ലാവരും യുവിൻ്റെ അടിയിൽ ഇങ്ങനെ ചൂട് തേടി ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതേപോലെ ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാ ആനിമൽസും ബേഡ്സൊക്കെ ഇങ്ങനെ കുറച്ചൊരു എന്താ പറയുക, ഒരു പമ്മി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടാവുക. ഇപ്പോൾ അതിൻ്റെ താഴത്ത് ഹീറ്റർ ഉണ്ട്, ഓൾറെഡി ഹീറ്റ് പാഡ് ഉണ്ട്, അതിൻ്റെ മേലാണ് ഇരിക്കുന്നത്. എന്നാലും അത് പോരാതെ വന്നപ്പോഴാണ് നമ്മൾ മേലെയും കൂടി അത് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടാ. ഇങ്ങനെ ഓരോ ജീവികൾക്കും നമ്മളിപ്പോൾ പ്രത്യേകിച്ചിട്ട് ചൂട് വേണ്ടുന്ന ജീവികൾ അധികം നമ്മൾ ഈ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്നത് കൊണ്ട് കൂടുതൽ ചൂട് വേണ്ടുന്ന ജീവികളാണ് നമ്മളടുത്ത് ഉണ്ടാവുക. തണുപ്പ് നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ എല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്നാലും നമുക്കെപ്പോൾ ഒരു ഉൾഭയമാണ്. പിന്നെ നമ്മളിങ്ങനെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതുണ്ടോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട. നമ്മൾ ഏറ്റവും പണി പിടിച്ച സമയങ്ങളാണ് നമ്മളിപ്പോൾ സ്റ്റാഫിനായാലും നമുക്കായാലും എല്ലാവർക്കും ഒരു എന്താ പറയുക, ഇപ്പോൾ മണലിലാണെങ്കിൽ താഴെ കൊളുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കുതിരനെ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ജീവികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നൊരു സമയമെന്ന് മഴക്കാലം എന്ന് പറഞ്ഞാൽ നോർമൽ മഴക്കാലത്ത് കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ നിൽക്കാതെ ഇങ്ങനെ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വെള്ളം കയറി അങ്ങനെ വരുന്നൊരു സമയമല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്.
കേട്ടോ. എല്ലാവരും നിൽക്കുന്ന നോക്കിയാൽ യുവിൻ്റെ താഴത്ത്. സാധാരണ ഇവരെ നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ താഴത്ത് ഉണ്ടാവാറില്ലല്ലോ. പക്ഷേ ആ ഓവർ തണുപ്പ് വരുമ്പോൾ അവർ അതിൻ്റെ മേലെ നിന്ന് ചൂട് കൊടുക്കാൻ വേണ്ടി നല്ല പണിയാണ് കേട്ടോ. എല്ലാത്തിനും നല്ല കറണ്ട് ബില്ല് വരുന്ന സംഭവം കൂടിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടൊക്കെ തൊടുമ്പോൾ തന്നെ അതിൻ്റെ മേലെ ഹീറ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അഗ്രഷൻ കാണിക്കുന്നുണ്ടോ കള്ളൻ? സൗണ്ട് ആക്കുന്നുണ്ടാ? സൗണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ചൂടാൻ തൊടുമ്പോണ്ടാ. അതിൻ്റെ താഴത്ത് വന്നിട്ട് ഇതിന് മുട്ടിക്കഴിഞ്ഞാൽ കൈ പൊള്ളും കേട്ടോ. അത്രയും ഭയങ്കര ഹീറ്റാണ് ഈ ബൾബ്. അടുന്നോട്ടെ. ഫുഡ് കഴിച്ച് ഇപ്പോൾ നല്ലൊരു എലിനടിച്ചതാണ്. നമ്മൾ ഈ ഫീഡിങ് വീഡിയോ ഇടണമെന്നുള്ളത് കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടേ. അത് ശരിക്കും ഇടണമെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഇടാം കേട്ടോ. അടുത്ത പ്രാവശ്യം പാമ്പിനെയും അതുപോലെ കുറേ സാധനത്തിന് ഈ ലൈവായിട്ട് ഫീഡ് ചെയ്യുന്നത് കാണിക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. എന്നാലും ഇതൊരു എന്താ പറയുക, ഇതെല്ലൊരു ഈ വളർത്തലിൻ്റെ ഒരു ഭാഗമാണ്. കറങ്ങുന്ന നോക്കിയാൽ ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തു കൊടുത്ത സംഭവമാണ്. അവർക്ക് എങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ. അതെപ്പോഴും ഇവിടെ വരുന്നവരെല്ലാം കൂടുതൽ അത് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കറങ്ങി കളിക്കുന്നത്. ഭയങ്കര രസം. അതേപോലെ നമ്മളെ അടുത്ത പാരൻറ്റ് അടുത്ത ഒരു ഫീമെയിൽ ഒരു കുട്ടീനെയും കൂടി പ്രസവിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കുട്ടീനെ എടുത്ത് നമുക്ക് മിസ്സായി എന്ന് പറഞ്ഞില്ല. ഈ പ്രാവശ്യം നമ്മൾ എടുക്കാൻ നിന്നില്ല. പക്ഷേ ഈ പാരൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവന് എന്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് കൊണ്ടുപോയി കളയും. അപ്പോൾ ജസ്റ്റ് ആ കുട്ടീനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരല്ല. വാ, അത് കറങ്ങുന്നൊന്ന് കാണിച്ചോ. ഇതിങ്ങനെ എപ്പം കിട്ടൂല. അത് ജസ്റ്റ് ഒന്ന് സ്ലോ മോഷനിൽ എടുക്കാമല്ലോ. ഭയങ്കര രസമാണ്. സ്ലോ മോഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് സ്ലോ മോഷൻ എടുക്കണ്ടേ. പിന്നെ ഇതാ ഭയങ്കരമായ മഴ വന്നിട്ടാ. ഒരു രക്ഷയില്ലാത്ത മഴ. ഇതന്നെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ മഴ പെയ്യുക. ഫുള്ള് നമ്മുടെ പരിസര പ്രദേശമൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളത്. അതേപോലെ നമ്മുടെ സ്ക്വിരലിൻ്റെ നമ്മൾ മുന്നേ ഉണ്ടായ സ്ക്വിരലല്ല പ്രസവിച്ചത്. മറ്റേ രണ്ട് ഫീമെയിൽ ഉണ്ടായിരുന്നില്ലേ? ഒരു ഫീമെയിലാണ് ആദ്യം പ്രസവിച്ചത്. ആ ഫീമെയിൽ കുറച്ച് പാവാന്നേ. ഇപ്പോൾ രണ്ടാമത്തെ ഫീമെയിൽ കുറച്ച് അഗ്രസീവാണ്. എന്നാലും മറ്റേ ഫീമെയിലിനെ ഭയങ്കരമായിട്ട് കടി കൂടുന്നതായിട്ട് നമ്മൾ ഫീമെയിലിനെ മാറ്റിയിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു പേര് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കുട്ടിയായിട്ടുണ്ട്. നമ്മൾ ആ കുട്ടീനെ എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടീനെ എടുത്തത് പിന്നെ നമ്മുടെ അടുത്ത് മിസ്സായി പോയില്ലേ. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പാരൻ്റ് തന്നെ വളർത്തിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ മഴയല്ലേ, നമുക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ ഏതായാലും നമ്മൾക്ക് അകത്ത് കയറിയിട്ട് പിന്നെ കുട്ടീനെ ഒന്ന് കാണാം. വാ, നമ്മൾ മിസറാന്ന് ക്യാമറ എടുക്കുന്നത്. മിസർ ക്യാമറയും കൊണ്ട് അങ്ങനെ കയറുന്നുണ്ട്. പിന്നെ ഈ പാരൻറ്റിനുള്ളൊരു പ്രശ്നം എന്ന് അറിയോ? ഈ പാരൻറ്റ് നമ്മൾ എന്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒന്ന് എടുത്ത് പുറത്തേക്ക് കളയും. എന്നിട്ട് നമ്മൾ കുറച്ചിങ്ങനെ വുഡ് ചിപ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിന് കുറച്ച് സമയം കൊണ്ട് എല്ലാം പുറത്തേക്ക് എടുത്ത് കളയും. വാടാ, പുറത്തേക്ക് ഇറങ്ങടാ. നോക്കുന്നുണ്ടാ? ഫ്ലാഷ് അടിച്ചിട്ട് കാണിച്ചു തരാം. പോയി. ഓക്കെ, കണ്ടാ അങ്ങനെയുണ്ട് ബേബി. ഇനി ഇവൻ വളർന്ന് വലുതായിട്ട് നമുക്ക് ഇതിനെ തന്നെ വളരട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട ഫീമെയിലും പ്രഗ്നൻ്റ് ആണോ നമുക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവർ രണ്ടാളും കൂടി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ ചത്തു. ഇതാണ് ഇവരെ കറങ്ങുന്നെടുത്തോ. ഇതാ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഫുള്ള് സന്തോഷത്തിലാന്ന് തോന്നുന്നു പൂപ്പി. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മളെ കുട്ടി? ഓക്കെ, അവൻ്റെ കുട്ടീനെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് കൊയ്പ്പൂനെയും കൂടി കാണാം. ഓക്കെ, വാ. ഇത് നമ്മൾ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പ്രാവ് പുറത്ത് മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ മേലെ കയറ്റി വെക്കും. അത് ഇതിന് കയറ്റി വെച്ചില്ല. എന്ന് പറഞ്ഞാൽ ഈ വരുന്നവർക്കൊക്കെ പാരൻറ്റ് ഫീഡ് ചെയ്യുന്നതും അതൊക്കെ കാണാനുള്ളൊരു ചാൻസ് അല്ലേ. അതിന് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ കുട്ടീനെ കാണാം. അതാ ഇത് നോർവിച്ച് ക്രോപ്പറാണ്. അത് ഇപ്പോൾ ഇരിക്കുന്നത് ഫീമെയിലാണ്. അതിന് മെയിലാണ് ഈ ബാക്കിൽ നിൽക്കുന്നത്. ഈ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നതാണ് പേര്. ഡാ ഒന്ന് മാറിയേ, അവിടുന്ന് ബാ. കണ്ടില്ലേ? ഇതിലെ കാണുന്നില്ലേ? ഓക്കെ, ഇതാണ് മെയിൽ. ഇപ്പുറത്തുള്ളതാണ് അവൻ്റെ പാരൻ്റ് മെയിൽ. സോറി, അതിൻ്റെ ബാക്കിലത്തുള്ളത്.
ഫീഡ് ചെയ്തതിൻ്റെ അടയാളം കാണുന്നതാ. അതാണ് അതിൻ്റെ മേല്. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഇവർക്ക് ഇങ്ങനെ ഫുള്ള് നനവ് സംഭവിക്കും കേട്ടോ. അതേപോലെ പിന്നെ ക്രോപ്പ് മിൽക്ക് ഫീഡ് ചെയ്യുന്ന ഒരേ ഒരു ജീവി പ്രാവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോൾ നോർമൽ ഫീഡിങ് തന്നെ നടക്കുന്നുണ്ടാണ്. അതേപോലെ നമുക്ക് കൊയ്പ്പൂനിയും കൂടി ജസ്റ്റ് ഒന്ന് കാണാമല്ലോ. പിന്നെ ഏതാ സാറ്റിൻ്റെ നമ്മൾ ഈ കളർ സാറ്റിനെറ്റ് മാത്രമാണ് ഈ കോളനിയിലുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തും 2 കുട്ടികളുണ്ടതാ, കാണിച്ചോ. നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ബ്രീഡാകാൻ സമ്മതിക്കല്ലേ. ഇതിൻ്റെ ബാക്കിൽ നമ്മളടുത്ത് കുറച്ച് കുട്ടികളുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് കൂടുതൽ ബ്രീഡായി കഴിഞ്ഞാൽ ഇതുണ്ട് വേസ്റ്റ് എങ്ങനെയുണ്ടോ, ഇത് ക്ലീൻ ആക്കിയാലും കുട്ടികളുടെ വേസ്റ്റ് എന്ന് പറയുന്നത് പോവേയില്ല. ഓക്കെ, എല്ലാം ഈ കളർ തന്നെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പെയറായാലും വലിയ കുഴപ്പമില്ല. സാൻഡിൽ കളർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊയ്പ്പൂനെ നേരത്തെ കാണാൻ വേണ്ടി പോകുന്നത്. കൊയ്പ്പൂനെല്ലാം വിളിക്കാമല്ലോ, എല്ലാവരും ഹൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. വിളിക്കട്ടെ, ബാ. അതിന് ഇറങ്ങാൻ പറ്റുമോ? ആ ഡോറിലേക്ക് കൂടി വരാൻ നോക്കുന്നുണ്ടോ? ബാ വന്ന് നിൽക്കുന്ന നോക്കിയാൽ ഇവരിപ്പോൾ വലുതാകുമ്പോഴേക്ക് നമ്മൾ ചെറുതില്ല പോലല്ലേ, വലുതാകുമ്പോഴേക്ക് ഭയങ്കര ഭംഗി. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് 2 ആളെ നമ്മളൊരു ഫ്രണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞ്, പക്ഷേ നമുക്കിപ്പോൾ കൊടുക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുക. അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ് കേട്ടോ. ഇതാ നോക്കിയേ, പല്ലണ്ട ഇതൊക്കെ എല്ലാവരും നിൽക്കുന്നുണ്ടാ. വീഡിയോയിൽ കിട്ടുന്നുണ്ടോ? കറക്റ്റ് കിട്ടുന്നുണ്ടോ? ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ട് കൊയ്പ്പൂവിനെ കാണാണ്ട് ചില ആൾ മിസ്സായി പോകും. നമ്മൾ പ്രാവിനെ മാത്രം നോക്കി നടന്നു കഴിഞ്ഞാൽ ഈ കൊയ്പ്പൂവിൻ്റെ ഏരിയ കാണാതെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നഷ്ടം തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ അത്രയും രസമാണ് ഇവരെ നോക്കിയിരിക്കാൻ. ചിലർ വന്നു കഴിഞ്ഞാൽ ഇതിനെ തന്നെ നോക്കിയിരിക്കും കേട്ടോ, ഇവരുടെ ആക്ടിവിറ്റീസ് കാണാൻ. അതുപോലെ വെള്ളത്തിലിറങ്ങുന്നതും മുഖം തോർത്തുന്നതും കുളിക്കുന്നതും താഴത്തൂടെ പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര രസം. അത് ചിലർ വന്നിട്ട് നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് തന്നെ പോകാറുണ്ട്. എല്ലാവർക്കും അത് ചിലർ കാണാണ്ട് തന്നെ പോകും. ഇനി ലാസ്റ്റ് ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് കൊയ്പ്പൂനെ കണ്ടോന്ന് ചോദിച്ചാൽ പറയും കണ്ടിട്ടില്ല. നിൽക്കുന്നുണ്ടോ? അതാ നിൽക്കുന്ന നോക്കിയാൽ. ഓ അച്ചോടാ, ഒരാളെ പുറത്തേക്ക് എടുത്തതാ. ഇങ്ങോട്ട് ഫുഡ് കൊടുക്കാലേ. നല്ല രസിലേ, മൊഞ്ചനാന്ന് മൊഞ്ചൻ. അതുപോലെ കാലുണ്ടോ, താറാവിൻ്റെ കാല് പോലെ. ഇവർക്ക് വെള്ളത്തിൽ നീന്താൻ വേണ്ടിയിട്ട് വന്നിട്ടോ ഇങ്ങനെയുള്ള കാല്. ഇത് ഒരു സെമി അക്വാട്ടിക് റോഡൻ്റ് ആണ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇല്ലടാ മുത്തേ, പോയിക്കോ. ഒന്നും പേടിക്കൊന്നും വേണ്ട. ബാബാ കുറച്ച് ഇല കൊടുക്കല. ബാബാ എല്ലാവരും ബാബാ എന്താ വയ്ക്കുന്ന നോക്കിയാ. ഇന്ന് എനിക്കുണ്ട്. ഇവർ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് അടി കൂടും, ഭയങ്കര അടി കൂടലും. മെയിൽ കടിക്കുന്നുണ്ടാ. അടി ഓന് ഈ രാജാവാന്ന്. നീ ഇരുന്ന് ഒറ്റക്ക് നിന്നപ്പോൾ ഓന് വെറുതെ അല്ല, ആദ്യം അമ്മേനെ അടിച്ചോടിച്ചിന്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. ശരിക്കും നിങ്ങളെ അഭിപ്രായം എന്താന്ന്? ഇതിനെ കൊടുക്കണ്ടെന്ന് തോന്നുന്നല്ലേ. ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് ഫീമെയിൽ ഇതാണ്ട ഇനിയും പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. എന്നാൽ ക്യാരി ചെയ്യുന്ന എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. അടിയടിയില്ലടാ. പക്ഷേ ചെറുപ്പത്തിൽ എന്താ പറയുക, സാധാരണ എല്ലാം ചെറിയതില്ലേരോ നല്ല രസമുണ്ടാവില്ല. ചെറുതൊരു എല്ലിനെ പോലെ തോന്നിയില്ല. പക്ഷേ വലുതാകുമ്പോഴേക്ക് അവരുടെ ആക്ടിവിറ്റി, അതുപോലെ വിളിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നതും. അതുപോലെ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. അതിന് മേലെ കയറുമ്പോഴല്ലോ എല്ലാവരും വരിവരിയായിട്ട് മേലെ കയറും. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അല്ലേ. നിങ്ങൾക്ക് ഫീഡ് ചെയ്യണോ? വാ കൊടുത്തോ. എവിടുന്ന് വരുന്നത്? പറശ്ശിനിക്കടവാ. കുറേ താഴ്ത്തി കൊടുക്കണ്ടേ, കൈ കടിച്ചു കേട്ടോ. വീഡിയോ കാണലുണ്ടോ നമ്മളെ? പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ കാണാറുണ്ടാ? ചോദിക്കാൻ പോയെന്നല്ലേ വീഡിയോ വരുത്തുണ്ടോന്നാ? വീഡിയോ ഉണ്ട് കേട്ടോ. പെറ്റ് സ്റ്റേഷൻ നോക്കിയാൽ മതി, പെറ്റ് സ്റ്റേഷൻ. നാളത്തെ വീഡിയോയിൽ നിങ്ങളെ കാണാം. അടിച്ചു നോക്കുക. നിന്നാ അടുത്ത ആൾ എടുത്തു. നല്ല ടൈറ്റായിട്ട് പിടിക്കണേ. ചേച്ചി കൊടുത്തത് ഓനിക്കും കൂടെ ഒന്ന് കൊടുത്തേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പുറത്തേക്ക് വിളിച്ചാൽ പിന്നെ വരില്ല. ഓനും കൊടുത്തേ. ഇവർ വെജിറ്റേറിയനാണ്, നല്ലോണം തിന്നു കേട്ടോ. ഏകദേശം ഒരു 3-4 കിലോ ഫുഡ് ഇവർ കഴിക്കും ഒരു ദിവസം.
ഇത് കടൽവള്ളി എന്ന് പറയും. ആ ഇട്ടെടുത്തോ കൊടുത്തേ. അപ്പോൾ നമ്മുടെ ചമ്മാട്ടി ചേച്ചി വന്നിട്ടുണ്ട്. ഞാൻ കൊടുക്കാനേ പോയത്, നിങ്ങളെ കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളപ്പോൾ ഒന്ന് കൊയ്പ്പിൻ്റെ കുട്ടിയിലേക്ക് കയറിയാൽ നിങ്ങളെ കാണുമ്പോൾ ഓടി വരുന്നത് കാണിച്ചു കൊടുക്കാൻ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന്. എല്ലാവരും നിൽക്കുന്നുണ്ട്. ബാ എല്ലാവരും ഓരോ പീസ് കടിക്ക്. മെയിനായിട്ടുള്ള ഫുഡ് തരാം. നിങ്ങളെ അമ്മ വരുന്നുണ്ട്. എന്നെ കാണുമ്പോൾ വരും കേട്ടോ. ഞാനിങ്ങനെ എപ്പം വന്നാലും എന്തെല്ലോ ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചമ്മാട്ടി ചേച്ചി വിളിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നുണ്ടേ. നോക്കിയേ, അടിക്കാം. വാ, നമ്മുടെ സബ്സ്ക്രൈബർ ആണല്ലേ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കണ്ടോട്ടാ. അവൻ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. എന്താ പേര്? അനവ്. ഓക്കെ. അതാ കൊയ്പൂർ വിളിച്ചിട്ട് എല്ലാവരും ഓടിയിട്ട് അതാ കയറി നോക്കാം. കാട്ടിന് കൊടുക്കണ്ട, എല്ലാവരും മേലെ കയറി നോക്കിയേ. എന്താ അനുസരണം നോക്കിയേ. അയ്യവ എല്ലാവരും മേലെത്തി. എന്താ ഇതാണ് ചമ്മാട്ടി ചേച്ചിയാണ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾ കേട്ടോ. നമ്മുടെ കൊയ്പ്പൂവിൻ്റെ ആള് അമ്മ എന്ന് പറയാല്ലേ. എല്ലാവരും ഇരുന്ന് കഴിക്കാൻ നോക്കിയേ. അത് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഓടി അങ്ങ് കയറിക്കോളൂ. നല്ല അനുസരണയാണ്. ഇതെല്ലാം കൊണ്ടാണ് നമുക്കിങ്ങനെ കൊടുക്കാനും ഒഴിവാക്കാനൊന്നും തോന്നാത്തത്. ഇപ്പോൾ രണ്ടാളെ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം. ചമ്മാട്ടി ചേച്ചി ഇപ്പോൾ ആരെ രണ്ടാളെ കൊടുക്കൽ ഉണ്ടോ? പറഞ്ഞ് ആർക്കും കൊടുക്കാൻ തോന്നില്ല. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റാണ്. ഈ ഒരു പിന്നെന്താ പറയുക, നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന മക്കൾ അതിങ്ങനെ വലുതാകുന്നതൊക്കെ ഒരു എന്താ പറയുക. പിന്നെ അധികമാകുമ്പോൾ വേറെ രക്ഷയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, കഴിക്കുന്ന നോക്കിയാൽ എല്ലാവരും. ഇനിയിപ്പോൾ ഇതെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് എല്ലാം കുറച്ച് സമയം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ലാസ്റ്റ് എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് ഇതെല്ലാം തന്നെയാണ് ഇവരുടെ ആക്ടിവിറ്റി കേട്ടോ. എന്നിട്ട് വെള്ളത്തിൽ പോയിട്ട് കംപ്ലീറ്റ് കുറേ പിന്നെ അപ്പിയിടലിലും വെള്ളത്തിലാണ് കൂടുതൽ. ഓക്കെ, നിങ്ങളെ ഫാൻസാണ് മൊത്തം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്നിട്ട് വീഡിയോ 1 മില്യൺ കയറിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങളെ മറ്റേ ഒന്നുമില്ല കേട്ടാ, അത് മീനിനെ ഫീഡ് ചെയ്യുന്ന സൗണ്ടാണ് കേട്ടത്. ചില ആൾ വന്നു കഴിഞ്ഞാൽ മീനിനെ ഫുഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ പേടിക്കുമല്ലോ, ആ സൗണ്ടാണ് കേട്ടോ. ഇങ്ങനെ പല സൗണ്ടുകളും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റും. അത് ആ സമയത്ത് നമ്മുടെ പ്രേമേച്ചി സൽക്കട്ടനെ ഫീഡ് ചെയ്യുന്നുണ്ട്. സൽക്കട്ട പ്രേമേച്ചിനെ കാണുമ്പോൾ തന്നെ ഇറങ്ങി വരുന്നുണ്ടോ. പ്രേമേച്ചി ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? വൻപയർ അല്ലേ. വൻപയറാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇലകളും നന്നായിട്ട് കഴിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മീനിനും കൂടി ഫീഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കോയി ഫിഷിൻ്റെ ഫീഡ് ചെയ്യാം. അതേപോലെ കോയി ഫിഷിൻ്റെ വെള്ളച്ചാട്ടം കാണണം എന്നുള്ളൊരു കമൻ്റ് ഉണ്ട്. ഇതണ്ട, കോയി ഫിഷിൻ്റെ 2 ഭാഗത്തു നിന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് പോയി സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പോയിട്ടാണ് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന വെള്ളം 2 ഭാഗത്തേക്കൂടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വിട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെ വരുന്ന വെള്ളച്ചാട്ടം ആ പൈപ്പ് നമ്മൾ കവർ ചെയ്യണം. അല്ലെങ്കിൽ ആ പൈപ്പ് കാണുന്നതാണ് ചെറിയൊരു ബോറായിട്ടുള്ളത് അല്ലേ. അത് നമുക്ക് ശരിയാക്കാം. അതുപോലെ നമ്മൾ സഫാൻ ഇപ്പോൾ മഴയായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ലീവ് വന്നിട്ടാ. സഫാൻ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. വീഡിയോ ഫിഷ് പോണ്ട് കാണിക്കുമ്പോൾ തന്നെ സഫാനെന്ന് എല്ലാവർക്കും ഓർമ്മ വരാം. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ മിസ് ആവാന്നുള്ളത്. അതേപോലെ മേലൊരു സ്പൈഡർമാനൊക്കെ ഉണ്ടാ, നമ്മുടെ ഫിറോസ്ക ഫിൽട്ടർ നോക്കാൻ വന്നോ. പിന്നെ നമ്മുടെ എന്താ പറയുക 10-30 കിലോമീറ്റർ താണ്ടി പെറ്റ് സ്റ്റേഷനോടുള്ള സ്നേഹം കൊണ്ട്. സാധാരണ ഏറ്റവും ഡിമാൻഡുള്ള പണിക്കാരാണെന്നറിയാം ഇലക്ട്രീഷ്യന്മാർ. എന്നാലും നമ്മളോട് സ്നേഹമുണ്ട് മറ്റേ നമ്മളെ സുനിക്ക്. ഇതെല്ലാം പറഞ്ഞു എണ്ണം വിളിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാം. വേണ്ട മക്കളെ, ആദ്യം ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാമല്ലേ. ഇതപ്പാ എന്താണല്ലേ, ഇതൊരു ഫീൽ തന്നെയാണ്. എത്ര കാലം കഴിഞ്ഞാൽ ഈ ഫീല് പോവില്ല. നമ്മുടെ സഫാനോട് എല്ലാവരും വന്ന ഹാർട്ട് ഷേപ്പിലെ മീൻ ഏതാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ അധികം. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, നമ്മൾ ഹാർട്ട് ഷേപ്പുള്ളൊരു മീനുണ്ട്
അപ്പോൾ സഫാനി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഇതേപോലെ നമ്മളെ വീഡിയോ കാണുന്നവർ അതേപോലെ സഫാനോട് വന്നിട്ട് ചോദിച്ചിട്ട് ആ മീനിനെ ചോദിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നതൊക്കെ കാണാം കേട്ടോ. അതിൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ വീഡിയോ കണ്ടിട്ട് അവരോട് വന്ന് ചോദിച്ചു. അപ്പോൾ സഫാന് ഭയങ്കര ഹാപ്പിയാണ് ഇത് കാണിച്ചു കൊടുക്കാൻ. അവനെവിടെ പഠിച്ചവനെ കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെയും കാണുന്നുണ്ടോ? വീഡിയോ കാണുന്നവരാരെയും കാണുന്നുണ്ടോ? ഒന്ന് കാണിച്ചേ. അല്ലാതെ എവിടെ? ഇതിങ്ങനെ കൂട്ടത്തോടെ വരുമ്പോൾ ഇങ്ങനെ മനസ്സിലാവില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അതിനെ തന്നെ നോക്കുന്നതുകൊണ്ട് തീരെ കാണൂല. എവിടെ ഇതുവരെ കാണുന്നുണ്ടാ? എടാ മിസ്സബേ, എവിടെ നമ്മളെ മറ്റേ ഹാർട്ട് ഷേപ്പുള്ള മീന്? എന്താ? ആ ഇതാ ഞാനും വിചാരിക്കുന്നത് എന്താ ഇവിടെ പോയത്. ഇതാ അല്ല ആ മീൻ അത് മാത്രം കാണിക്കടാ. പോയാ വരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു നിമിഷം ഞാനൊന്ന് ഞെട്ടിയേട്ടാ, എവിടെ പോയിന്ന് വിചാരിച്ചിട്ട്. കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കിട്ടിയില്ലേ മിസ്റ്ററേ? ആ കിട്ടീന്. ഓക്കെ. അപ്പോൾ എല്ലാവരും ആ മീനിനെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം മറ്റേ ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. എല്ലാവരും പിന്നെ മഴ ആയതുകൊണ്ട് ഒന്ന് സേഫായിട്ട് ഇരിക്കട്ടോ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ക്യാമറമാൻ മിസറിനോടൊപ്പം പെറ്റ് സ്റ്റേഷന് വേണ്ടി ജാബിർ. ബൈ.